ഹലോ ഗായ്സ്, നാടൻ ഫങ്ഷൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങളെ ഇത് കാണിക്കാൻ പോകുന്നത് ഇത് ഉരുളക്കിഴങ്ങ്. രണ്ട് ഉരുളക്കിഴങ്ങ്. ഇത് 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 വെച്ച് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വേറൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഒരു പാത്രം എടുത്തിട്ടുണ്ട്. എന്നിട്ട് സവാള രണ്ട് സവാള മൂന്ന് സവാള, രണ്ട് ഉരുളക്കിഴങ്ങ്, എന്നിട്ട് ഒരു മുട്ട. നമുക്ക് ചെത്തി തുടങ്ങാം. എല്ലാരും ഇങ്ങനെ ഉരുളക്കിഴങ്ങ് ചെത്താവും, ചുരണ്ടാവും. അധികം ചെത്തി കഴിഞ്ഞാൽ ചെത്തല്ലേ. ചില പേരൊക്കെ ഉണ്ട് ഇങ്ങനെ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ചെത്തും. ഇങ്ങനെ ചെത്തി അതിൻ്റെ എല്ലാം കളയും. അങ്ങനെ കളയല്ലേ. അങ്ങനെ കളഞ്ഞാൽ നമ്മുടെ മാനം പോവും. സ്പീഡിൽ അരിയണം. അത് സ്പീഡിൽ അരിയണം. എന്നിട്ട് രണ്ടായിട്ട് ഒന്നുകൂടെ പൊളത്തിയിട്ട് ഇങ്ങനെ ഒന്നുകൂടെ അരിയണം. എന്നിട്ട് ഒന്നുകൂടെ അരിഞ്ഞ് ഒന്നുകൂടെ ഒരു കാര്യം കൂടെ ഉണ്ട്. അതും കൂടെ ചുരണ്ടാണ്. നമ്മൾ സാധാരണ വീടി ചുരണ്ടണം. എല്ലാം ചുരണ്ടി കഴിഞ്ഞു ഗായ്സ്. നമ്മൾ നീളത്തിൽ അങ്ങ് ആക്കുക. ഇത്രയും റെഡിയായി. ഒരു പാത്രം എടുക്കണം. ഇതൊക്കെ നല്ലതായിട്ട് കളയണം. ഇതും കളയണം.
മൊത്തം അങ്ങ് അരിയണം. ഇത് നമ്മളിങ്ങനെ ഇങ്ങനെ വെച്ചാൽ അങ്ങ് അരിയുക. ചിലവരൊക്കെ തടിയുടെ പുറത്തൊക്കെ വെച്ച് അരിയും. കൈ മുറിയായിരിക്കാണ് കയ്യോറൊക്കെ എടുത്ത് ചിലവരൊക്കെ ഇടും. പൊളിക്കാൻ ഭയങ്കര പാടാണ്. ചിലപ്പോൾ കണ്ണൊക്കെ നീറിയെന്ന് വരും. ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സൂപ്പർ ഒരു കറിയായിരിക്കും. നമ്മൾ പുതിയൊരു ഒരു കറി ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. റെഡി റെഡി റെഡി. പിടി അങ്ങ് അരിയുക. 3 സവാള എടുത്തായിരുന്നു. ചെറിയ സവാളയാണ്, നിങ്ങൾ ക്ഷമിക്ക്. ചെറിയ സവാളയാണ് കായ്. വലിയ സവാള വെച്ച് അരിയാനൊക്കെ അറിയാം. ഇതെല്ലാം റെഡിയായി ഗായ്സ്. എല്ലാം റെഡിയായി. എല്ലാം റെഡിയായി. അയ്യോ ഗായ്സ്, ഇത് തവി താഴെ കിടക്കുമായിരുന്നു. ഇത് കഴുകണം. നന്നായിട്ട് എല്ലാം കഴുകി എടുക്കണം. എടുത്തിട്ട് എല്ലാം റെഡിയായി. എടുത്തിട്ട് നീ തീ കത്തിക്കാൻ പോവാണ് രാത്രി. ചട്ടിയൊക്കെ ഒന്ന് ചൂടാകണം. ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാണ്. ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. തീ കൂട്ടി വെച്ച് കത്തിക്കണം. ഇത് അനിയലിയുടെ വിറവാണ്. നന്നായിട്ട് കിടന്ന് കത്തുന്ന വിറകാണ്. ഇച്ചിരി തീ അങ്ങോട്ട് കൂട്ടി വെച്ച് അങ്ങോട്ട് കൊടുക്കണം. ഇതങ്ങോട്ട് ഇടുക. ഇതങ്ങോട്ട് ഇടുവാണ്. അങ്ങോട്ടിട്ടിട്ട് ഇതിൻ്റെ പേര് മസാല. ഇതിൻ്റെ പേര് ഗ്രിഞ്ചില്ലിക്കള്ള. ഇതിൻ്റെ പേര് മല്ലിപ്പൊടി, ഗ്രിഞ്ചക്കള്ളക്കുള്ള. തീ കത്തി നിറക്കി കൊടുക്കുക. അത് അയ്യോ എന്നിട്ട് വേണ്ടേ ഇതങ്ങോട്ട് ഇടുക.
ഈ മുട്ട അങ്ങോട്ട് പൊട്ടിച്ച് അങ്ങോട്ട് ഇടുക. പൊട്ടിച്ച് അങ്ങോട്ട് ഇടുക. ഇട്ട് കഴിഞ്ഞിട്ട് മസാല അങ്ങോട്ട് ചേർക്കുക. ചേർത്തിട്ട് ചേർക്കുക. എന്നിട്ട് ഈ കഴുകി വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് അതിനകത്തോട്ട് ഇടുക. ഇതിനകത്തോട്ട് ഇടുക. ഇട്ടിട്ട് ഇച്ചിരി മസാല ഇച്ചിരി അങ്ങോട്ട് ചേർക്കണം. എന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കട്ടെ. എന്നിട്ട് നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പിടുക. ഫ്രിഡ്ജ് തുറന്ന് തക്കാളിക്കായി ഇടണോന്നൊരു ഡൗട്ട്. ഇടണോടാ സത്യർത്തിയ തക്കാളിക്ക ഇട്ടെ സത്യർത്തിയ. ഇത് നമ്മള് പതിയെ എടുക്കാവൂ, മൊത്തമായിട്ട് എടുക്കട്ടെ. ഇതൊരു നാടൻ കറിയാണ്. എന്നിട്ട് ഇച്ചിരി ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇച്ചിരി ഇളകിയില്ല, എന്നിട്ട് ഇച്ചിരി കുറച്ച് വെള്ളം ഒഴിക്കുക. കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഇതൊരു അടപ്പൊക്കെ വെച്ച് അങ്ങ് അടയ്ക്കണം. ഈ നല്ലപോലെ കൂട്ടിയിട്ട് അങ്ങ് കത്തിക്കണം. അത് തീ നല്ലപോലെ കൂട്ടിയിട്ട് അങ്ങ് കത്തിക്കണം. അത് വേഗണം. വെന്ത് കഴിയുമ്പം ഞാൻ ഈ കറി ഒന്ന് തുറന്ന് നോക്കാൻ പോവാണ്. ഉപ്പുണ്ടോ നോക്കട്ടെ. ഇത് രണ്ടോന്നൊന്ന് നോക്കട്ടെ. ഉപ്പുണ്ടോ പുളിയുണ്ടോ എന്നൊക്കെ നോക്കട്ടെ. എന്തില്ല ഇച്ചിവിടെ വേഗം നമ്മുടെ മുട്ടക്കോസ് റെഡി ആവുന്നുണ്ട്. വേണ്ട അങ്ങോട്ട് നോക്കിക്കേ. അല്ലേ നമ്മള് ചോറെടുക്കട്ടെ. ഭയങ്കരമായിട്ട് വിശക്കുന്നു. ചോറെടുക്കട്ടെ. ഭയങ്കരമായിട്ട് വിശപ്പ് പറഞ്ഞാൽ നമ്മളിച്ചിരി ചോറെടുത്താണ്. ഈ ചോറെടുത്ത് വേറെ ഒരു തവി വെച്ച് നമുക്ക് എടുക്കാൻ നോക്കട്ടെ. കിട്ടിയില്ല. അത് പോയി. ഈ സാധനത്തിൻ്റെ പേര് എല്ലാവർക്കും അറിയാമല്ലോ, ചിരട്ടത്തവി. അത് വെച്ച് കറി കോരി എടുക്കാൻ ഉണ്ടോ നോക്കട്ടെ.
ഉരുളക്കിഴങ്ങ് വെന്തു. കിഴങ്ങ് വെന്തു. ഉരുളക്കിഴങ്ങ് വെന്ത്. ഉരുളക്കിഴങ്ങ് വെന്ത്. അപ്പം നമ്മുടെ മുട്ടക്കോസ് റെഡി ആയിരിക്കുന്നു. ചോറിൻ്റെ കൂടെ ഒന്ന് തിന്നു നോക്കിയാലോ? ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. സൂപ്പർ. നിങ്ങൾ ഇതുപോലെ